നമസ്കാരം. ഇന്ന് നമ്മുടെ നമസ്തേ. കൂടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലുള്ളത് പ്രശസ്ത കോൺഷ്യസ് റിസർച്ചറും റൈറ്ററുമായിട്ടുള്ള പ്രദീപ് ജിയാണ്. പ്രദീപ് ജിയെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ചേരുന്നു. ചേട്ടാ നമസ്കാരം. നമസ്തേ ധനുഷ്. പ്രകൃതി, സ്ത്രീയും അതെ. പുരുഷ കാമനകളും, ഇത് നമ്മുടെ പ്രദീപ് ജി എഴുതിയ ഒരു പുസ്തകമാണ്. ഇത് നമ്മുടെ ഹ്യൂമൻ ലൈഫിന്റെ പർപ്പസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പ്രകൃതിയും സ്ത്രീ സങ്കല്പവും ലൈഫിന്റെ പർപ്പസ് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാകും എന്നാണ് പ്രദീപ് ജി പറയുന്നത്. ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്ന സ്വാമി അദ്വൈതാനന്ദപുരിയാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള VG അരുണാണ്. ആദ്യമായി ചേട്ടാ, എന്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം? നമ്മുടെ ലൈഫ് പർപ്പസിനെ കുറിച്ച് അറിയാൻ ഉള്ള ഒരു പുസ്തകമാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ പുസ്തകം മേടിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരാളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു തോന്നൽ, ഈ ലോകത്ത് 700 കോടി ആൾക്കാരുണ്ട്. 700 കോടി ആൾക്കാർക്കും 700 കോടി പർപ്പസുകളാണ്. അതെല്ലാം ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ധനുഷ്, ഇത് ശരിക്കും ഒരാളുടെ നീഡ്സിനെയോ സെഗ്മെന്റേഷനെയോ ബേസ് ചെയ്ത് ഉള്ളൊരു ബുക്കല്ല. നമ്മുടെ നീഡ്സ്, ഓരോ ആൾക്കാർക്കും മൾട്ടിപ്പിൾ നീഡ്സ് ഉണ്ട്. ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവാം, ഇമോഷണൽ നീഡ്സ് ഉണ്ടാവാം, ആസ്പിറേഷണൽ നീഡ്സ് ഉണ്ടാവാം, റാഷണൽ നീഡ്സ് ഉണ്ടാവാം. ഇതൊന്നും നമുക്ക് ബുക്കിനകത്ത് വരുന്നതല്ല. നമ്മൾ മെയിൻലി ഒരു ഏജ് കഴിയുമ്പോൾ അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നു, അത് പ്രൊഫഷണലിസത്തിന് എഗെയിൻസ്റ്റ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഷാർപ്പായിട്ട് തിങ്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അടുത്ത ലെവലിൽ എത്താമായിരുന്നു. ഇങ്ങനെ ഒരുപാട് തോട്ട്സ് നമുക്ക് വരും. ചിലപ്പോൾ നമുക്ക് നല്ലൊരു മെൻറ്റർ ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ഗുരു ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടോ ഒരു പാർട്ട്ണറോ ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയേണ്ട ആവശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന യൂണിവേഴ്സ് വഴിയാണ്. ഒരു സമയം കഴിയുമ്പോൾ, ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്, ഇതൊന്നും അല്ല ജീവിതം. ഈ ദേഷ്യം കാണിക്കുന്ന വികാരങ്ങളോ അല്ലെങ്കിൽ ചിരിക്കുന്ന വികാരങ്ങളോ, ഒരാളോട് കാണുമ്പോൾ കാണുന്ന സ്നേഹമല്ല ജീവിതം എന്ന് തോന്നും. ഒന്നുമില്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഈ പറയുന്ന സ്വാമിജിമാരും ഈ പള്ളിയിലെ അച്ഛന്മാരും അല്ലെങ്കിൽ ഈ സ്പിരിച്വലി നിൽക്കുന്ന സ്പിരിച്വൽ എക്സ്പേർട്സ് എല്ലാം ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരിയ്ക്കുന്ന പ്ലേസിലേക്ക് പലതും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അത് അവരുടെ ഉപാസന ബലമായിരിക്കാം, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെ അവർ ഓവർ റൂൾ ചെയ്ത് നിൽക്കുന്ന ഒരു വിശ്വാസ പ്രമാണമായിരിക്കാം. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് പ്രകൃതിയിലേക്കാണ്. പല മതങ്ങളും ദൈവത്തിലേക്കുള്ള ഒരു സാക്ഷാത്കാരം വഴികൾ മാത്രമാണ്, അല്ലെ? അപ്പോ നിങ്ങൾ ഓം നമഃശിവായ ജപിക്കുമെന്നോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിളിക്കുമെന്നോ പള്ളിയിൽ പോയി അല്ലെ നമ്മുടെ ഈ പറയുന്ന ഖുർആൻ പാരായണം ചെയ്യണമെന്നോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ റിലീജിയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് നമുക്ക് മനസ്സിലാവണം. സ്വാഭാവികമായിട്ടും പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഒരു സ്ത്രീയെ നമ്മൾ കാണുന്ന പല രീതിയിലായിരിക്കാം. ഭാര്യയായിരിക്കാം, സുഹൃത്തായിരിക്കാം, കാമുകിയായിരിക്കാം, പല രീതിയിൽ കാണാം. പക്ഷെ ഈ എല്ലാ വികാരങ്ങളും വന്ന് അണയുന്ന ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ ഈ ആരാണ് സ്ത്രീ? നമ്മളെക്കാളും പുരുഷനെക്കാളും ഒരുപാട് കോമ്പറ്റൻസീസും ഒരുപാട് ക്ഷമയും പല കാര്യങ്ങളും ചെയ്യാൻ ക്യാപ്പബിലിറ്റിയുള്ള സ്ത്രീയെ പലരും കാണുന്ന പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയെ പറ്റി കൂടുതൽ മനസ്സിലാകുമ്പോൾ നമ്മളുടെ ജനനം തന്നെ എവിടെ നിന്നാണ്, എന്തിനു വേണ്ടിയാണ്, എന്താണ് ഉദ്ദേശം എന്നുള്ളത് കുറേ ദിവസങ്ങൾക്ക് ശേഷം പല റിസർച്ചിൽ കൂടി ഇതൊരു ഡിവൈൻ എഴുതിയ ബുക്കാണ്. ഞാൻ എഴുതിയ ബുക്കെന്ന് പറയുന്നില്ല. ഇത് ബുക്ക് വിജയിച്ചാലും ബുക്കിന്റെ പരാജയം ഞാൻ ഏറ്റെടുക്കും. ബുക്ക് വിജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഏറ്റെടുക്കില്ല. കാരണം അതൊരു അൾട്ടിമേറ്റ്ലി ഡിവൈൻ പവറാണ്. ഞാൻ കുറച്ച് ദിവസം എനിക്ക് തോന്നുന്ന തോട്ട്സിനെ ഞാൻ പബ്ലിക്കേഷൻസിലേക്ക് ആ തോട്ട്സിനെ ഷെയർ ചെയ്യുന്നു. ആ തോട്ട്സിന്റെ ക്ലാരിഫിക്കേഷൻസ് വേണ്ടി ഇവരെന്നെ വിളിക്കുന്നു. എവിടുന്നോ എനിക്ക് തോന്നുന്ന ഇൻഡ്യൂഷൻസിൽ ഞാൻ പറയുന്നു. മേ ബി അതെൻ്റെ ഉപാസനയായിരിക്കാം, ജപമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് എഴുതാൻ തോന്നിയ തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം മാധ്യമ മേഖലയിൽ നിന്ന സമയത്ത് ഞാൻ ഇടപെട്ട നല്ല സുഹൃത്തുക്കളോ നല്ല ഗുരുവര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടോ ഞാൻ എഴുതിയതോ ആയിരിക്കാം. പക്ഷെ ഒരാളുടെ ലൈഫിലേക്ക് എങ്ങനെ പോകണമെന്ന് അവർക്ക് 100% എവിടുന്ന് മനുഷ്യൻ ഉടലെടുത്തു, ഏത് ജീവിതഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രകൃതിക്ക് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ് ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ? ഇത് ശരിക്കും ഇതിനകത്ത് പ്രകൃതി സ്ത്രീയും പുരുഷ കാമനകളും എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പുരുഷന്റെ ആഗ്രഹങ്ങളാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ ഡിസയർ ഉണ്ടാവും. ഈ ഡിസയറിന് ഒരിക്കലും
സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ എൻ്റെ ആഗ്രഹം എനിക്കൊരു ബെൻസ് മേടിക്കണം എന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ നാളെ എൻ്റെ ആഗ്രഹം റോൾസ് റോയ്സ് ആയിരിക്കും. ഈ റോൾസ് റോയ്സ് മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം നിൽക്കുന്നില്ല. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന് അവിടെ സ്വാഭാവികമായിട്ടൊരു ഡിഫറെന്റ് ഡയമെൻഷൻസ് വരും. നമ്മളെ കൂടെ നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്താനുള്ളൊരു തോട്ട്സ് നമുക്കുണ്ടാവും. പക്ഷെ അത് സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അത് വേറെ ഡയമെൻഷൻസിലായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ ധനേഷിനെ സംബന്ധിച്ചിട്ട് ഒരു മാധ്യമ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു ഡിസയർ ആയിരിക്കില്ല നാളത്തെ. പക്ഷെ ഇന്നത്തെ ഗോൾ ആയിരിക്കില്ല നാളെ ഉള്ളത്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഗോൾ സെറ്റ് ആണ്, പക്ഷെ ആ ഗോളിലേക്ക് പോകാനുള്ള ഒരു വഴി, ആക്ഷൻ ഐറ്റംസ് നമ്മൾ ഡിസൈഡ് ചെയ്യും. പക്ഷെ ഈ ആക്ഷൻ ഐറ്റംസിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോരുന്നത് 100% പ്രകൃതിയും ധനേഷുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. കുറച്ചുകൂടെ ഇതൊന്ന് സിമ്പിൾ ആക്കാൻ ചേട്ടാ. അതായത് പ്രകൃതി ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്നത് ഈ ദിസ് നേച്ചറിനെയാണോ സ്ത്രീയാണോ? ഇത് കാണുന്ന ചില പ്രേക്ഷകർക്ക് എന്താണ് ഈ പ്രകൃതി, പുള്ളി ഉദ്ദേശിക്കുന്ന പ്രകൃതി നേച്ചറാണോ, അത് ഈ നേച്ചറുമായിട്ടുള്ള കണക്ഷനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പല ആൾക്കാർക്കും തോന്നും ഈ നേച്ചറുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു വഴി? അതാണ് പ്രധാനമായിട്ടും എല്ലാവരും തേടുന്നത്. ഇപ്പോൾ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ ചില ആൾക്കാർ പറയും, അതായത് പല മതങ്ങളിലും പല രീതിയാണ് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ. ചില ആൾക്കാർ പറയും ചെരുപ്പിടാതെ നമ്മൾ ഭൂമിയിൽ ചവിട്ടി നടന്നാൽ മതി. ചില ആൾക്കാർ പറയും ശുദ്ധവായു ശ്വസിച്ചാൽ മതി. ചില ആൾക്കാർ പറയും പ്രകൃതിയിലേക്ക് അഗാധമായി നോക്കിയിരുന്നാൽ മതി. പക്ഷെ ഇതൊന്നും പ്രകൃതി അറിയാനുള്ള ഒരു വഴിയല്ല എന്ന് കാലക്രമേണ അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ടെമ്പററി ആയിട്ടുള്ള റിലീഫാണ് പ്രകൃതി തരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രകൃതിയെ നമ്മൾ അറിഞ്ഞ് ആ പ്രകൃതിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി നമ്മുടെ ലൈഫ് പർപ്പസ് പ്രകൃതി നമ്മളോട് പറഞ്ഞു തരുന്ന രീതിയിലേക്ക് എങ്ങനെ ഇത് മാറും എന്നുള്ളൊരു ചോദ്യമല്ലേ? അതെ, അതായത് ഇപ്പൊ ധനീഷ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന വഴികളെല്ലാം ഇപ്പൊ നമ്മൾ അഡോപ്റ്റ് ചെയ്ത പല ആൾക്കാർ ഇംപ്ലിമെന്റ് ചെയ്ത വഴികളാണ്. പക്ഷേ നമ്മൾ പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന സ്ത്രീയാണ് പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ അമ്മയാണ്. അമ്മയുണ്ടാവാം, സഹോദരി ഉണ്ടാവാം, ഭാര്യ ഉണ്ടാവാം, സുഹൃത്തുണ്ടാവാം. ഏത് ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ ഇവരോട് കാണിക്കുന്ന നമ്മുടെ കർമ്മം അവിടെയാണ് നമ്മളെ ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ അവന്റെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവനുണ്ടാവുന്ന ദേഷ്യങ്ങളും വികാരങ്ങളും അവൻ കാണിക്കുന്നത് അവന് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ പറയുന്ന സ്ത്രീകളുമായിട്ടായിരിക്കും. പബ്ലിക് ലൈഫിൽ ബിഹേവിയർ ഗുഡ് ആയിരിക്കും, പക്ഷെ ക്യാരക്ടർ നമുക്ക് ആക്ച്വലി വീട്ടിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഈ പറയുന്ന ക്യാരക്ടറും ബിഹേവിയറും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവൻ കാണിക്കുന്ന പ്രവൃത്തിയും സംസാരവും ഒരുപോലെ ആയിരിക്കണം. അതിപ്പോ ഈവൻ ഞാനാണെങ്കിലും ധനേഷ് ആണെങ്കിലും ആരാണെങ്കിലും. അപ്പോ നമ്മൾ സ്ത്രീകളോട് കാണിക്കുന്ന നമ്മുടെ കർമ്മങ്ങളെയാണ് ഞാൻ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു കർമ്മം കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാച്ചുറലിൽ നിന്ന് നമുക്കൊരു ഗൈഡൻസ് ഉണ്ടാവും. ഒരു ഗുരുവിന്റെയും ഒരു ബ്രദറിന്റെയും ഒരു മെന്ററിന്റെയും സഹായമില്ലാതെ നമ്മളെ തേടി നല്ല കാര്യങ്ങൾ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതാണോ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? സ്ത്രീകളെ ബഹുമാനം മാത്രമല്ല, നമുക്ക് അവിടെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസിൽ നമ്മൾ എല്ലാവരും ഒരു പരിധി വരെ വിട്ടുമാറുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ധനേഷ് മാറുമായിരിക്കും, ചിലപ്പോൾ ഞാൻ മാറുമായിരിക്കും. നമ്മൾ ഒരു കോൺഷ്യസ്ലി മാറണമെന്നല്ല, സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ മാറിപ്പോകും. പക്ഷെ അവിടെ നമ്മൾ വളരെ അലേർട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. ഈ അലേർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഒന്നിലധികം പേര് ഒന്നിച്ച് നടക്കുന്ന സമയത്ത് മറ്റൊരു സോളിനെ, മറ്റൊരു ആത്മാവിനെ വേദനിപ്പിക്കരുത് എന്നൊരു യൂണിവേഴ്സൽ ലോ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ കൂടെ നടക്കുന്ന ഒരാളിനെ ഈസി ആയിട്ട് നമുക്ക് വേദനിപ്പിക്കാൻ പറ്റും, പക്ഷെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര പാടാണ്. സന്തോഷിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് അവിടെ ഒരു വിയോജിപ്പുള്ളത് പ്രകൃതിയുടെ നിയമം തന്നെ എന്താണ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം അതെനിക്ക് നല്ലതായി ഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മറ്റൊരാളെ വേദനിപ്പിക്കും. ഞാൻ പോലും അറിയാതെ വേദനിപ്പിച്ചെന്ന് വരാം. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടുന്ന ഒരാളുണ്ടായിരിക്കും, സെക്കൻഡ് റാങ്ക് കിട്ടുന്ന ആൾക്ക് തേർഡ് റാങ്ക് കിട്ടുന്ന ഒരാളുണ്ടായിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രകൃതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ പ്രകൃതി എന്ന് പറയുന്ന സാധനം ഡിസൈൻ ഫോർ ലൈക്ക് ദാറ്റ് അല്ലേ? അങ്ങനെ ഒരു സംഭവം അല്ലേ? ഇപ്പോ എന്നോട് എന്റെ സ്പിരിച്വൽ ഗുരു പറയാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് നീ മറ്റുള്ളവർക്ക് വളമാകണോ അതേ നിനക്ക് മറ്റുള്ളവർ വളമാകണോ എന്ന് ചോദിക്കും. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് കൊണ്ട് അയാൾക്കാണ് ഗുണമെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വേദിയിൽ നിൽക്കരുതെന്ന് പറയും. വളരെ ഫ്രാങ്ക് ആയിട്ട് പുള്ളി പറയും.
അപ്പം ഇത് പ്രകൃതിയുടെ നിയമമാണ്. അത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. അതായത് സിംഹം മാനിനെ പിടിക്കുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ വേറൊരു നീതിയുള്ളത്, മാൻ പെറ്റുവരികി കഴിഞ്ഞാൽ അത് കാടിന് തന്നെ വളരെയധികം ദോഷമാണെന്നുള്ളതാണ്. അപ്പൊ സിംഹം കാടിനോട് ചെയ്യുന്നത് നീതിയാണ്, മാനിനോട് ചെയ്യുന്നത് അനീതിയാണ്. പക്ഷെ പ്രകൃതി ഇത് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ? അല്ലെ, ഈ പറയുന്ന ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വിട്ട് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആപ്റ്റ് ആണ്. ഇപ്പൊ ഒരു ഗുരു പറഞ്ഞ ഒരു തിയറി ഉണ്ടല്ലോ, നമ്മൾ കാരണം വേറൊരാൾക്ക് ബെനിഫിറ്റഡ് ആയിരിക്കണം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ലോ. അല്ല, നമ്മൾ ഒരിടത്ത് പോയി നിൽക്കുമ്പോൾ വേറൊരാൾ ബെനിഫിറ്റഡ് അല്ല എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. സെക്കൻഡ്, നമ്മൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, സെക്കൻഡ് റാങ്ക് കിട്ടിയ ആള് മനസ്സ് വേദനിക്കുന്നതുകൊണ്ട് ഞാൻ അതിന്റെ കോസ് അല്ല. ഞാൻ എനിക്ക് ചെയ്യേണ്ട കർമ്മത്തിനെ ഞാൻ പഠിച്ച് അടുത്ത ലെവലിലേക്ക് എത്തുന്നു. അത് അവന്റെ നിയോഗമാണ്. അവൻ പഠിച്ചില്ല, അവൻ എഫേർട്ട് ഇട്ടില്ല, അത് അവനായിട്ടുണ്ടാക്കുന്ന ഒരു കോസാണ്. വേദന എന്ന് പറയുന്ന പല രീതിയിലാണ്. നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരങ്ങൾ കൊണ്ട് വേദനിപ്പിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട സംഭവത്തിന് നമ്മൾ തട്ടിയെടുക്കുന്നു. അത് ഇന്റലക്ച്വലി ബിസിനസ്സിലും ഒക്കെ ആയിരിക്കാം, പക്ഷേ പേഴ്സണലി അതൊട്ടും ആപ്റ്റ് അല്ല. അവിടെയാണ് ഞാൻ കണ്ടത്. ഓക്കെ, ഇപ്പൊ ഈ പുസ്തകം എന്തായാലും വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകം എവിടെ കിട്ടും ചേട്ടാ? ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണോ? എന്താണ് ഇതിന്റെ വില? എല്ലാം പറഞ്ഞു നമുക്ക് നിർത്താം. അല്ല, ഇതിനകത്ത് ധനേഷ്, ഇത് ശരിക്കും പറഞ്ഞ ഒരു കമേഴ്ഷ്യൽ മാർക്കറ്റിംഗിന് വേണ്ടിയല്ല ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. 500 നമ്പേഴ്സാണ് ബുക്ക് ചെയ്തത്. നമ്മൾ ഈ ലാസ്റ്റ് നമ്മുടെ അബാക് മീഡിയയിൽ ഒരു പബ്ലിക്കേഷനിൽ വന്നതിന് ശേഷം ഇപ്പൊ ഹാർഡ്ലി ഒരു ബിലോ 100 നമ്പേഴ്സ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. ആർക്ക് കിട്ടും? അവർക്ക് നിയോഗം ഉണ്ടെങ്കിൽ കിട്ടും. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇന്റർവ്യൂ കഴിയുമ്പോൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. രണ്ടാമത്തെ കേസ്, ഓൺലൈൻ സ്റ്റോറിലേക്ക് നമ്മൾ പർപ്പസ്ഫുള്ളി പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഒരു റീപബ്ലിഷ് ചെയ്യില്ല എന്നുള്ള കാര്യം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഓപ്പൺ സ്റ്റേജിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞു, പ്രദീപ് ഇത് വീണ്ടും എഴുതണം, വീണ്ടും പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ട്, ഈ ബുക്ക് ഒരാൾ വായിച്ചതിന് ശേഷം അവർക്ക് 100% സാറ്റിസ്ഫാക്ഷൻ അല്ല എന്ന് എന്നെ പേഴ്സണലി വിളിച്ച് പറയുകയാണെങ്കിൽ ആ പേയ്മെന്റ് ഞാൻ റീഫണ്ട് ചെയ്യും. ആകെപ്പാട് 300 രൂപയാണ് ഈ ബുക്കിന് ചെയ്യുന്ന റേറ്റ്. എന്തായാലും അത് കിട്ടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ സാധിക്കുള്ളൂ. വളരെ നന്ദി പ്രദീപ്. താങ്ക് യു സോ മച്ച്.